അല്ല ഇതാരാണ്? ഭാഗ്യ. ഭാഗ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. എങ്ങനെ പോണു ഇവിടുത്തെ പരിപാടികളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. കുഴപ്പമില്ലാണ്ട് പാടി. നല്ലായിരുന്നു. നല്ല സ്റ്റേജൊക്കെ അടിപൊളി, ഇഷ്ടപ്പെട്ടു. സ്റ്റേജ് അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു, അത് കാരണം കൊള്ളായിരുന്നു. പാട്ടോ? പാട്ടും നല്ലായിരുന്നു. ആരാധിക്കേ മഞ്ഞു തീരും വഴിയരികേ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയേ നീ എങ്ങു പോകിലും അകലേക്കുമായിലും. ആഹാ, ആരാധിക്ക് പാട്ട് കേട്ടിട്ട് ഒരു ആരാധനയൊക്കെ തോന്നുന്നുണ്ട്. നല്ല രസമായിട്ട് പാടിട്ടോ. ഇടയ്ക്ക് എവിടെയോ പോയി. ഇപ്പൊ ഫ്ലോറിലൊക്കെ പാടി ക്ഷീണിച്ചു വന്നിരിക്കല്ലേ, സാരമില്ല. അപ്പൊ പാട്ടുകാരി ആകണം എന്നൊക്കെയാണോ വലുതാവുമ്പം ആഗ്രഹം? ആണ്. സത്യം പറയണം, സത്യമായിട്ടും. അപ്പൊ ആരെ പോലെ പാടണം എന്നൊക്കെ ആഗ്രഹം? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സിംഗറൊക്കെ കാണത്തില്ലേ? ശ്രേയ ഘോഷാൽ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതുപോലെ നല്ല മികച്ചൊരു ഗായികയാവാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ ഇന്നാകോ ഔട്ടാവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം, അല്ലേ? ബൈ. നമ്മുടെ കൂടെ ഒരാള് പാട്ട് പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആളുടെ പേരെന്താ? ദേവ്ന സിക്കി. ദേവ്ന, സ്ഥലം എവിടെയാ? കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഫ്ലോറിൽ കയറി പാട്ടൊക്കെ പാടി ഫൈനൽ ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പൊ എനിക്ക് ഏത് പാട്ട് പാടി തരണമെന്ന് അറിയാനായിട്ട് കൺഫ്യൂഷൻ ആണ് കേട്ടോ ആൾക്ക്. ഏത് പാട്ടാ എനിക്ക് പാടിത്തരാൻ പോണേ? ചീരപ്പൂവുകൾ. ആദ്യം കൺഫ്യൂഷൻ മാറ്റി നമുക്ക് പാട്ട് കേട്ടിട്ട് ബാക്കി ചോദിക്കാം. പാടിക്കോ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാര കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. കുരുവികളേന്ന് പറഞ്ഞിട്ടൊരു തലയാട്ടം ഒക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് ഒരു കിളി പോയതുപോലെ തോന്നുന്നുണ്ടോ? ആ, കൊച്ചിന് ഉണ്ടെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അത്രയ്ക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പളേ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് എന്ത് തോന്നി? ഇവിടെ ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. ജഡ്ജസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്? അല്ല, ഞാൻ വേറെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. വേറെ റിയാലിറ്റി ഷോയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അത് കാരണം ഫസ്റ്റ് ടൈം ഒന്നുമല്ല, അത് കാരണം അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നല്ലപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണോ വന്നേ? അപ്പൊ എന്തായാലും കിട്ടട്ടെ കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കാവേ. ബൈ, ഓൾ ദി ബെസ്റ്റ്.